ലിസാനുൽ ഖുർആനിലെ നമ്മുടെ ഏഴാമത്തെ പാഠം അദ്ദർസു സാബിഅ, ഏഴാമത്തെ പാഠം, ഇതിന്റെ ഹെഡിങ് അൽ ഹിവാർ. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം, അല്ലെ, കോൺവെർസേഷൻ. ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് അനസും ഖാലിദും തമ്മിലുള്ള സംസാരം. അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അതിലുള്ള മാറ്റർ മനസ്സിലാക്കുക, ആ കഥ കേൾക്കുക എന്നുള്ളതല്ല. പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓരോ തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സംസാരത്തിൽ ഒരാൾ മറ്റൊരാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും, പല രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. അതിനുള്ള മറുപടികൾ എങ്ങനെയൊക്കെ പറയാം. ഓരോ തരത്തിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എന്ത്, എങ്ങോട്ട്, എവിടെ നിന്ന്, എന്തിനു വേണ്ടി എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കും, ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ സംഭാഷണത്തിന്റെ സമയത്ത് അറബിയിലാകുമ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത് എന്നതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ശൈലിയാണ്. ഓക്കെ, ക്ലാസ് പറഞ്ഞ വിഷയം ചെറിയ രൂപത്തിൽ ഒന്ന് അർത്ഥം പറയാം. അൽ ഹിവാർ, സംഭാഷണം. ലഖിയ അനസുൻ ഖാലിദൻ ഫി ത്വരീഖ്. അനസ് ഖാലിദിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. വഹുവ യദ്ഹബു ഇല സൂഖി മഅ ഉസ്റതിഹി. അവന്റെ കുടുംബത്തിന്റെ കൂടെ, കുടുംബത്തോടൊപ്പം അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ആര്, ഖാലിദ്, അനസ് ഖാലിദിനെ കണ്ടത്. റമീൻ, മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതിന്റെ വോയിസിന്റെ ക്ലാരിറ്റിക്ക് ഒരു ചെറിയ പ്രശ്നം വരാം, അതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ച് ചോദിക്കുമ്പോൾ ഓണാക്കി പറയാം. അങ്ങനെ അനസ് ഖാലിദ് കുടുംബത്തോടൊപ്പം ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോ, അങ്ങാടിയിലേക്ക് പോകുന്ന കണ്ടപ്പോ അനസ് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഖാലിദ്. ഖാലിദെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അല്ലെ. നമ്മൾ മറ്റൊരാളെ കണ്ടാൽ അയാളെ പേര് വിളിച്ച് യാ ഖാലിദ്, ഇപ്പോ യാ ഫസീഹ്, അസ്സലാമു അലൈക്കും എന്ന് പറയാം. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ ഫസീഹ്, അസ്സലാമു അലൈക്കും യാ ഫാത്തിമ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതൊരു ശൈലിയാണ്. അപ്പോ എങ്ങനെയാണ് സലാം മടക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് പൂർണ്ണമായ സലാം. അനസ് ചോദിക്കുന്നു, ഇല ഐന തദ്ഹബു യാ ഖാലിദ്, വേർ ആർ യു ഗോയിങ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞ പോലെ നീ എങ്ങോട്ടാ പോകുന്നത്. ഇല ഐന തദ്ഹബു, ഇല ഐന എങ്ങോട്ടാണ്, എവിടേക്കാണ്, തദ്ഹബു നീ പോകുന്നത്, യാ ഖാലിദ് ഖാലിദേ. ഖാലിദിന്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിലോ, സ്വാദിഖ് ആണെങ്കിൽ, ഇല ഐന തദ്ഹബു യാ സ്വാദിഖ്, സ്വാദിഖെ നീ എങ്ങോട്ടാ പോകുന്നത്. അങ്ങനെ. അപ്പൊ ഖാലിദ് പറയുന്നു, അദ്ഹബു ഇല സൂഖി, ഞാൻ പോകുന്നത് അങ്ങാടിയിലേക്കാണ്. അദ്ഹബു ഞാൻ പോകുന്നു, ഇല സൂഖ് അങ്ങാടിയിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? ലിഷിറാഇൽ അംതിഅതി വൽ അഖ്മിഷ, സാധനങ്ങളും പിന്നെ അഖ്മിഷ ഡ്രസ്സും, അല്ലെ, ഡ്രസ്സും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നത്. അനസ് ചോദിക്കുന്നു, അയ്യൽ മലാബിസി തഷ്തരി, അയ്യൽ മലാബിസ് ഏത് ഡ്രസ്സാണ്, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ്, തഷ്തരി നീ വാങ്ങുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് മറ്റു ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോ ഖാലിദ് പറഞ്ഞത് അദ്ഹബു ഇല സൂഖി ലിശിറാഇൽ ഫവാക്കിഹ്, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോവുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അദ്ഹബു ഇല സൂഖ് അല്ലെങ്കിൽ ഇല ഇല ദുക്കാൻ, ഷോപ്പിലേക്ക് പോവാണ്. എന്തിന്? ലിശിറാഇൽ ഫവാക്കിഹ്, ഫാക്കിഹ ഫ്രൂട്ട്സ്, ഫവാക്കിഹ് ഫ്രൂട്ട്സുകൾ വാങ്ങാൻ വേണ്ടി. അപ്പൊ ചോദിക്കുന്നത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നീ വാങ്ങുക എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? അയ്യൽ ഫവാക്കിഹി തഷ്തരി, അയ്യൽ ഫവാക്കിഹി തഷ്തരി, എന്തൊക്കെ ഫ്രൂട്ട്സ് ആയിരിക്കും നീ വാങ്ങുക. അതാണ് പറയുന്നത്. അയ്യൽ മലാബിസ്, എന്തൊക്കെ ഡ്രസ്സ്, തഷ്തരി നീ വാങ്ങുന്നു, നീ വാങ്ങാൻ പോകുന്നത്. അയ്യൽ ഫവാക്കിഹ്, എന്തൊക്കെ ഫ്രൂട്ട്സുകളായിരിക്കും നീ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഖാലിദ് പറയുന്നു, ഇവിടെ ഫ്രൂട്ട്സ് അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഉരീദു അൻ അഷ്തരിയ ബൻതലൂനൻ വഖലൻസുവ,
ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അഷ്തരിയ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ബൻത്വലൂനൻ വ ഖലൻസുവ എന്താണ്? പാൻസും തൊപ്പിയും വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൻത്വലൂൻ എന്ന വാക്ക് അറബിയിലേക്ക് വന്നത് അത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് വന്നതാ. നമ്മള് പാൻസ് എന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പാൻസ് എന്ന വാക്ക് ഒരൊറ്റ പാന്റ് ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പാന്റ് അല്ലെങ്കിൽ പാന്റ് ഒന്നാണെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച് പറയാൽ പാൻസ് എന്നാണ്. പാൻസ് എന്ന വാക്കിന് എന്തില്ല? സിംഗുലർ ഇല്ല. അത് പ്ലൂറൽ വേർഡാണ്. അത് പ്ലൂറൽ ആയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ വേർഡ്. അങ്ങനെയാണ് കേട്ടോ. ട്രൗസേഴ്സ് എന്ന് പറയുന്ന പോലെ, ട്രൗസർ എന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുന്നതാ. ട്രൗസേഴ്സ് എന്നാ പറയേണ്ടത്. പ്ലൂറൽ വേർഡ് എന്നാണ് ആ വേർഡിനെ കുറിച്ച് പറയാ. ഒരു വസ്തു ഒന്നാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശദീകരണം നോക്കുന്ന സമയത്ത് അതിന് രണ്ട് കാലുകൾ ഇടാനുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ. ഇതാണ് അതിന്റെ വിശദീകരണത്തിലൊക്കെ പറയുന്നത് ഇംഗ്ലീഷില്. ഓക്കെ. ആ പാൻസ് എന്ന വാക്ക് വന്നത് പാൻഡലൂൻ എന്ന വാക്കിൽ നിന്നാണ്. ഇംഗ്ലീഷിലെ പാൻസ് എന്ന വാക്ക് വരുന്നത് പാൻഡലൂൻ, PANTALOON അങ്ങനെയുള്ള ഒരു വാക്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബംബലൂൻ എന്ന വാക്ക് ഈ പാൻഡലൂൻ എന്ന വാക്കിൽ നിന്ന് അറബീകരിച്ച വാക്കാണ് ബംബലൂൻ എന്ന വാക്ക് കേട്ടോ. അത് യഥാർത്ഥ അറബിയല്ല, അറബിയിലേക്ക് കൺവേർട്ടായി വന്നതാ. മുഅറബായ പദമാണെന്ന് പറയാം. ഞാൻ ഇന്നലെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇബ്രാഹിം, അബ്രഹാം, ഇബ്രാഹിം, മോസസ്, മൂസ, അല്ലേ, ജീസസ്, ഈസ, യാക്കോബ്, യഅ്കൂബ്, യൂസുഫ്, ജോസഫ് എന്നൊക്കെ പറഞ്ഞില്ലേ. പോട്ടെ. അപ്പോ പാന്റും കലൻസുവ മീൻസ് തൊപ്പി, പാന്റും തൊപ്പിയും വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനസ് ചോദിക്കുന്നു, മൻ മഅക മിൻ ഉസ്റതിക്, മൻ മഅക നിന്റെ കൂടെ ആരാണുള്ളത്? അതാണ് മൻ മഅക നിന്റെ കൂടെ ആരാണ് ഉള്ളത്, മിൻ ഉസ്റതിക നിന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയാണ് നിന്റെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചു. ഖാലിദ് പറയുന്നു, മഴീ എന്റെ കൂടെയുണ്ട്, അബീ എന്റെ ഉപ്പയുണ്ട്, വ അഖീ എന്റെ സഹോദരനുണ്ട്, വ ഉഖ്തി എന്റെ സഹോദരിയുമുണ്ട്, അസ്സഗീറ ഏത് സഹോദരിയാണ്? എന്റെ അനിയത്തി, എന്റെ ചെറിയ സഹോദരി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ അനിയത്തിയുമുണ്ട്. അനസ് ചോദിക്കുന്നു, മാതാ തെഷ്തരീലി ഉമ്മിക്ക നീ നിന്റെ ഉമ്മാക്ക് വേണ്ടി എന്താ വാങ്ങിക്കുക? നീ എന്താണ് വാങ്ങുക? അപ്പോ ഖാലിദ് പറയുന്നു, ഫുസ്താനൻ വ ഖിമാറൻ, ഫുസ്താനൻ ഉമ്മാക്ക് വേണ്ടി ഒരു മാക്സി വാങ്ങിക്കണം, വ ഖിമാറൻ ഒരു മുഖമക്കനെയും വാങ്ങിക്കണം. അപ്പൊ നമ്മൾ ഈ വേർഡ്സ് പഠിക്കണം. ഫുസ്താൻ മാക്സിയാണ്, ഖിമാർ മുഖമക്കനെയാണ്, അല്ലേ? ഇതിന്റെ അർത്ഥം പഠിക്കണം, അർത്ഥങ്ങളുടെ അറബിയും പഠിക്കണം. അറബി വാക്കുകൾ കണ്ടാൽ അതിന്റെ അർത്ഥം മാത്രം നമ്മൾ മനസ്സിലാക്കി പോയാൽ പോരാ. നമ്മൾ ഇങ്ങനെ നേരെ തിരിച്ചും ഓർത്തു വെക്കണം. എങ്ങനെ? മുഖമക്കനക്ക് എന്തായിരുന്നു പറയാ? ഉസ്താദ് പറയുമ്പോ ഒരു ഹിമാർ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഹിമാറിന്റെ ഹാന്റെ മേലൊരു പുള്ളിട്ട് കൊടുത്താൽ എന്തായി? മുഖമക്കനയായി, ഹിമാറായി. അപ്പൊ ഒരു ഹിമാറിന് മുഖമക്കനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് വെക്കണം. എന്നാ പിന്നെ വേർഡ് മറന്നുപോവില്ല. ഓക്കെ. ഹിമാറിനെ നിങ്ങൾ മറക്കുക? മറക്കുന്ന ഫസിഹ എന്താ പറയുന്നത്? മറക്കരുത്. ആ ഒരു കഴുത മുഖമക്കനിട്ടത് ആലോചിച്ച് വെച്ചാൽ എന്നാ പിന്നെ എന്താവില്ല. കഴുതക്ക് ഹിമാർ എന്നാണ് പറയാന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചില മലയാള പദങ്ങൾ കൊടുത്ത് അത് അറബിയിലാക്കാനും ചോദ്യം വരും. അറബി വേർഡ്സ് കൊടുത്തത് മലയാളത്തിലാക്കാനും ചോദ്യം വരും. അപ്പൊ മനസ്സിൽ നമ്മൾ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യണം? അർത്ഥം പഠിക്കണം. അറബി പദങ്ങളുടെ മലയാളം പഠിക്കണം. പിന്നെ മലയാള പദങ്ങൾ ഓർത്ത് പിന്നെ നമ്മുടെ പാഠത്തിലൊക്കെ പറഞ്ഞ മലയാള വാക്കുകളൊക്കെ ഉണ്ടാകും. അതിന്റെ അറബി വാക്ക് എന്താണ്? ഇപ്പൊ യൂണിഫോമിന് എന്താ പറയാ? യൂണിഫോമിനെ കുറിച്ച് നമ്മൾ മുന്നേ വായിച്ചിട്ടുണ്ട്. എന്താ യൂണിഫോമിന് എന്താ പറയാ? പെട്ടെന്ന് പറഞ്ഞേ. യൂണിഫോം, ജോമെട്രി ബോക്സ്. ഒരാൾ മൈക്ക് ഓൺ ആക്കി പറഞ്ഞോളൂ, പെട്ടെന്ന് പറയണം. യൂണിഫോം, ബിസ്ലത്തുർ റസ്മിയ. ബിദ്ലത്തുൻ റസ്മിയ. ജോമെട്രി ബോക്സ് ഗേൾസിന്റെ ഭാഗത്ത്. യൂണിഫോം, ഗേൾസിന്റെ ഭാഗത്ത് പറഞ്ഞോളൂ.
ജോമെട്രി ബോക്സ്. ആ, സമയം പോവോ? ഒന്ന് പറയടോ. ഉൽബത്തുൽ ഹന്ദസ. ഉൽബത്തുൽ ഹന്ദസ. അതങ്ങനെ പഠിക്കണം കേട്ടാ. ജോമെട്രി ബോക്സ്, ഉൽബത്തുൽ ഹന്ദസ. ഓക്കെ. പിന്നെ ആ, രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ഉൽബത്തുൽ ഹന്ദസ എന്ന വാക്ക് കണ്ടാൽ നമുക്ക് ഓർമ്മ വരും എന്താണ്? ജോമെട്രി ബോക്സ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് ഓർമ്മ വരും. പക്ഷേ ജോമെട്രി ബോക്സിന് എന്താണ് പറയാ എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്തില്ല, ഇപ്പൊ ഉണ്ടായ സംഭവം പോലെ ഉൽബത്തുൽ ഹന്ദസ എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നു കൊള്ളണമെന്നില്ല. ഇപ്പൊ സംഭവിച്ച് കണ്ടില്ലേ? അതുപോലെ നമ്മൾ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. അറബിയിൽ പദങ്ങൾ കണ്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ഈ മലയാള പദങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദങ്ങളുടെ അറബി വാക്ക് എന്താണ് പറയാ എന്നത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. രണ്ട് രൂപത്തിൽ അത് മനസ്സിലാക്കി വെക്കണം, ഓർത്തു വെക്കണം. പിന്നെ അപ്പം അതാ പറഞ്ഞത്. അനസ് പിന്നെ ചോദിക്കുന്നു, അമാ തെഷ്തരി, നീ വാങ്ങുന്നൊന്നുമില്ലേ? ലി അഹൈക ഷൈഅൻ, നിന്റെ സഹോദരന് വേണ്ടി നീ വാങ്ങുന്നില്ലേ? അമാ തെഷ്തരി, നീ വാങ്ങുന്നില്ലയോ? ലി അഹൈക ഷൈഅൻ, നിന്റെ സഹോദരന് വേണ്ടി എന്തെങ്കിലും വാങ്ങുന്നില്ലേ? ഒന്നും വാങ്ങുന്നില്ലേ എന്ന ആശയത്തിലാണ് അതിന്റെ ചോദ്യം. ഖാലിദ് പറയുന്നു, ബല, അതെ. അഷ്തരി ലഹു സിർവാലൻ, അഷ്തരി ലഹു, അവന് വേണ്ടി ഞാൻ വാങ്ങുന്നു. അവന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആർക്ക്? സഹോദരന് വേണ്ടി ഞാൻ വാങ്ങും. സിർവാലൻ, പാൻസ് വാങ്ങും. ഷാലൻ, ഷാളും വാങ്ങും. പാൻസ്, പൈജാമ. പൈജാമ എന്ന് പല രൂപത്തിൽ പറയാറുണ്ട്. കുർത്തയിലേക്ക് ഇടുന്ന പാൻസിന് പൈജാമ എന്ന് പറയും. പിന്നെ നൈറ്റ് ഡ്രസ്സായിട്ട് ഇടുന്ന, ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ ഇടുന്ന കുറച്ച് ലൂസ് ആയിട്ടുള്ള പാൻസ് ഉണ്ടാവുമല്ലോ, ബനിയൻ ക്ലോത്ത് ആയിട്ടുള്ള, അതിനും പൈജാമ എന്ന് പറയും കേട്ടോ. പൈജാമ അല്ലെങ്കിൽ പാൻസ്, രണ്ടു പറയാനും ശരിയാണ്. സിർവാൽ, സിർവാൽ എന്നതിന് കൂടുതൽ യോജിക്കുന്ന അർത്ഥം പാൻസ് എന്നതിനേക്കാളും നല്ലത് പൈജാമ എന്നതാണ്, നല്ല യോജിക്കുക. ഓക്കെ. കുർത്തയിലേക്ക് ഇടുന്ന പാൻസ്, പൈജാമ. അനസ് ചോദിക്കുന്നു, മാതാ തുരീദ് ഉഖ്തുക, അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക വാങ്ങിക്കാന്? മാതാ തുരീദു ഉഖ്തുക, നിന്റെ സഹോദരി എന്താണ് ഉദ്ദേശിക്കുന്നത്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. ഖാലിദ് പറയുന്നു, വഹിയ തുരീദു തന്നൂറത്തൻ, അവൾ ഉദ്ദേശിക്കുന്നത് ഒരു പാവാടയാണ്. അവൾക്ക് വേണ്ടത് ഒരു പാവാടയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഓക്കെ.